ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ആൽഫ ഫ്ലാഗിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ആൽഫ ഫ്ലാഗ് ആണ് ഫ്ലാഗ്. ഈ കാണുന്ന ഫ്ലാഗുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്ന ഫ്ലാഗുകളൊക്കെ ഇതിലുണ്ട്. ഇതിൽ ഓരോന്ന് ഞാൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാപ്റ്റൻ മണ്ട കുത്തും. ഒന്ന് രണ്ട് ഫ്ലാഗുകൾ ഞാൻ നിവർത്തി കാണിച്ചു തരാം, പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തിയ ഫ്ലാഗാണ് ആൽഫ ഫ്ലാഗ്. ആൽഫ ഫ്ലാഗ് ആണ് നമ്മൾ നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. ഡൈവർ ഡൗണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മുങ്ങൽ വിദഗ്ധന് താഴെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ വിത്തൗട്ട് പെർമിഷനിൽ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. പിന്നെയുള്ള ഈ ഫ്ലാഗാണ് ബ്രാവോ. ഈ ബ്രാവോ ഫ്ലാഗ് എന്ന് പറയുന്നത് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബങ്കർ ബാർജുകൾ കപ്പലിലോട്ട് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചറസ് കാർഗോ ഓപ്പറേഷൻ ഗോയിങ് ഓൺ ആണെങ്കിൽ ഈ ബ്രാവോ ഫ്ലാഗ് ഇതിലുണ്ടാവും. ബ്രാവോ ഫ്ലാഗ് ഞാൻ നിർത്തി കാണിച്ചു തരാം. ഇതാണ് ബ്രാവോ ഫ്ലാഗ്. അതുപോലെ തന്നെയാണ് ചാർലിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ യെസ് എന്ന് വെച്ചാൽ, ചാർലി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വോയിസ് ഒക്കെ ഓൾട്ടർ ചെയ്യുന്ന സമയത്ത് യെസ് എന്ന് പറയണം, മീനിങ് അതെ എന്ന് പറയുന്നത്. നമുക്ക് സംസാരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉത്തരം പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഫ്ലാഗ് ഡെൽറ്റ കീപ് ക്ലിയർ എന്നാണ്. ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെസലിൽ ക്ലിയർ ചെയ്ത് പോകണം. കീപ് ക്ലിയർ ആണ്. ഞാൻ ചുരുക്കി പറയട്ടെ, വീഡിയോ ഏറ്റവും ഷോർട്ടാക്കിയിട്ട്. അപ്പോൾ അടുത്തതാണ് ഈ ഫ്ലാഗുകളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ ഇതെല്ലാം വേണം ഞാൻ നിർത്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മടക്കി വെക്കേണ്ടി വരും. സോ ദിസ് വൺ ഈസ് ഡെൽറ്റ കീപ് ക്ലിയർ ചെയ്ത് പോകണം. ആൻഡ് എക്കോ ഫ്ലാഗ് ആണ്. ഇങ്ങനത്തെ ഈ കളർ ഫ്ലാഗാണ് ഉണ്ടാവുക. എക്കോ ഓൾട്ടറിങ് കോഴ്സ് സ്റ്റാർ ബോർഡ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർ ബോർഡിലോട്ട് തിരിഞ്ഞ് പോവുകയാണെന്നുള്ളത് നമ്മൾ ഫ്ലാഗിലൂടെ നമ്മൾ മറ്റൊരു വെസലിന് മറ്റൊരു കപ്പലിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ. അടുത്തതാണ് ഫോക്സ് ട്രോട്ട്. ഇതും ഒരു ഫ്ലാഗാണ്. ഡിസേബിൾഡ് മീൻസ് ഞാൻ ഡിസേബിളായിട്ട് നിന്ന് പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്നൊക്കെ പറയൂലേ, ആ ഒരു സിറ്റുവേഷനിൽ ഹോയിസ്റ്റ് ചെയ്യുന്ന ഫ്ലാഗാണ്. അടുത്ത ഫ്ലാഗാണ് ഗോൾഫ് വാണ്ട് എ പൈലറ്റ് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പോർട്ടിനകത്തേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഫുൾ സീറോ വിസിബിലിറ്റി ആയ സമയത്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ, ഇപ്പോൾ ഈ മഴ അതേപോലെ തന്നെ സീറോ വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ VHF കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബ്ലാക്ക് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പൈലറ്റിന് അത് അത്യാവശ്യമുണ്ട് എന്ന് പറയിക്കുന്ന ഒരു ഫ്ലാഗാണത്. ഇത് ഹോട്ടൽ, ഈ ഫ്ലാഗിൻ്റെ പേരാണ് ഹോട്ടൽ പൈലറ്റ് ഓൺ ബോർഡ് എന്ന് വെച്ചാൽ ആ പൈലറ്റ് ഓൺ ബോർഡ് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഫ്ലാഗിനർത്ഥം. ഇതിൻ്റെ മീനിങ് ഇത് എല്ലാ ഫ്ലാഗുകളും ഹോയിസ്റ്റ് ചെയ്ത വീഡിയോ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നില്ല. ഒരുപാട് ദിവസമായി ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇതിന് പിന്നാലെ നടക്കണം, പക്ഷേ എല്ലാ ഫ്ലാഗുകളും ഹോയിസ്റ്റ് ചെയ്ത ഒരു വെസലുകളൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ചിലപ്പം എനിക്കിത് കിട്ടാവുന്നതാണ്, ഞാൻ ചിലപ്പോൾ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഈ ഒരു ഫ്ലാഗിൻ്റെ പേര് ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് അല്ല, ഓൾട്ടറിങ് കോഴ്സ് ടു പോർട്ട്. നേരത്തെ പറഞ്ഞ ഓൾട്ടറിങ് കോഴ്സ് സ്റ്റാർ ബോർഡ്, അതുപോലെ തന്നെ ഓൾട്ടറിങ് കോഴ്സ് ടു പോർട്ട്. സ്റ്റാർ ബോർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ വലത് സൈഡ്, പോർട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ഇടത് സൈഡ്. അപ്പോൾ പോർട്ട് സൈഡിലോട്ട് തിരിയുകയാണെന്നുള്ളത് നമ്മൾ ഫ്ലാഗിലൂടെ പറയുന്നത്. അടുത്ത ഫ്ലാഗിൻ്റെ പേരാണ് ജൂലിയറ്റ് ഓൺ ഫയർ കീപ് ക്ലിയർ എന്ന് വെച്ചാൽ ആ വസൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരടുത്തേക്ക് വരരുത്, കീപ് ക്ലിയർ ചെയ്തിട്ട് പോകണം എന്നുള്ള മീനിങ് അർത്ഥമാക്കുന്നതാണ് ഈ ഫ്ലാഗ് കേട്ടോ. അടുത്ത ഫ്ലാഗാണ് കിലോ എന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ കിലോഗ്രാം അല്ല കേട്ടോ, ആ ഫ്ലാഗിൻ്റെ പേരാണ് കിലോ. ടു കമ്മ്യൂണിക്കേറ്റ് എന്ന് വെച്ചാൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ബ്ലാക്ക് ഔട്ടൊക്കെ ആയി പോയ സമയത്തൊക്കെ ഇങ്ങനത്തെ ഫ്ലാഗുകളായിക്കാരം അവർ ഹോസ്റ്റ് ചെയ്യുക. അടുത്ത ഫ്ലാഗിൻ്റെ പേരാണ് ലിമ എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സഡൻലി സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു സിഗ്നൽ കൊടുക്കാനാണ് സ്റ്റോപ്പ് ഇൻഡാലിറ്റി ലിമ ഫ്ലാഗ് കേട്ടോ. അടുത്തത് ഈ ഫ്ലാഗിൻ്റെ പേരാണ് മൈക്ക്. നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മൈക്കല്ല, ഈ ഫ്ലാഗിൻ്റെ പേര് മൈക്കാണ്. എന്ന് വെച്ചാൽ ഈ ഫ്ലാഗ് അർത്ഥമാക്കുന്നത് ഐ എം സ്റ്റോപ്പഡ് എന്ന് വെച്ചാൽ ഞാൻ നിർത്തിയിട്ടിരിക്കുന്നു, പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ നിർത്തിയിട്ട് അത് വെസലാണെന്നൊക്കെ ഒന്ന് അറിയിക്കാൻ മീനാണ് സ്റ്റോപ്പ് എന്ന് വെച്ചാൽ മൈക്ക. അടുത്തത് നവംബർ. നേരത്തെ നമ്മൾ പറഞ്ഞു ചാർലി യെസ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഈ മീനിങ് നോ. എന്തെങ്കിലും ഇപ്പോൾ അവർ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നോ എന്ന് പറയണമെങ്കിൽ ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യും. അടുത്ത ഫ്ലാഗാണ് ഓസ്കാർ മാനോവർ ബോർഡ്. ഈ ഫ്ലാഗ് മാനോവർ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് ആ കപ്പലിൽ നിന്ന് വെള്ളത്തിൽ പോയി, ആ സമയങ്ങളിലൊക്കെ വെള്ളത്തിൽ പോയ സമയങ്ങളിൽ നമുക്ക് ഈ ഫ്ലാഗാണ് ഹോയിസ്റ്റ് ചെയ്യുക. ഈ ഹോയിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആരെങ്കിലും പൈലറ്റ് ബോട്ടോ ആരെങ്കിലുമൊക്കെ ആ കപ്പൽ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചുറ്റുവട്ടത്ത് മാനോവർ ബോർഡ് എന്ന് വെച്ചാൽ ആരെങ്കിലും വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ചുറ്റുവട്ടത്തോടെയും വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതാണ് ഓസ്കാർ. അടുത്തതാണ് പപ്പ. ഈ ഫ്ലാഗ് അബൌട്ട് സെയിൽ എന്ന് വെച്ചാൽ ഷിപ്പ് സെയിലാകാൻ പോവുകയാണെന്ന് വെച്ചാൽ പോകാൻ പോവുകയാണ്. സെയിലിംഗ് മീൻസ് ഈ ഒരു പവർ നിർത്തിയിട്ടായിരുന്നു മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ റെഡി ആണെന്നുള്ളതാണ് പാപ്പ. ആൻഡ് ദിസ് വൺ ക്യൂബിക്കിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മൈ വെസൽ ഈസ് ഹെൽത്തി എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വരുന്ന കപ്പലിൽ കൊറോണ പോലുള്ള രോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗമൊന്നും ഇല്ല, വെസലിലുള്ള എല്ലാ ആൾക്കാരും ഹെൽത്തി ആണെന്ന് അർത്ഥമാക്കണം കേട്ടോ ഈ ക്യൂബിക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഈ കപ്പൽ മറ്റൊരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഇങ്ങനത്തെ ഫ്ലാഗുകളൊക്കെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അവർ ചെക്ക് ചെയ്യും കേട്ടോ. അതാണ് റോമിയോ.
ഡോണ്ട് പാസ് അഹെഡ് ഓഫ് മീ എന്ന് വെച്ചാൽ ഈ ഫ്ലാഗിൻ്റെ പേര് റോമിയോ. ഇതിൻ്റെ അർത്ഥമാക്കുന്നത് എൻ്റെ മുന്നിലൂടെ ആരും പാസ് ചെയ്ത് പോകരുത്, കാരണം ചിലപ്പോൾ എന്തെങ്കിലും കൺട്രോൾ കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യും. അടുത്തതാണ് സേറ എൻജിൻ ഗോയിങ് ഏസ്റ്റേൺ എന്ന് വെച്ചാൽ റിവേഴ്സ് എടുക്കാൻ പോവാണ്, ആരും പിന്നിലൂടെ പോകരുത് എന്ന് പറയാൻ അർത്ഥമാക്കുന്നതാണ് സേറ എൻജിൻ ഗോയിങ് ടു ഏസ്റ്റേൺ. അടുത്തത് ഈ ഫ്ലാഗിൻ്റെ പേര് ടാങ്കോ, കീപ് ക്ലിയർ എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അവർക്ക് ഫയർ ആകാൻ പോകുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വർക്ക് ഇടുന്നവരൊക്കെ, അപ്പോൾ ക്ലിയർ ചെയ്ത് പോകണം, അവർ അടുത്തൂടെ പോകരുത് എന്നുള്ള അർത്ഥമാക്കാനാണ് ഈ ഫ്ലാഗ്. അടുത്തത് യൂണിഫോം, നമ്മുടെ യൂണിഫോം അല്ല, ഫ്ലാഗിൻ്റെ പേരാണ് യൂണിഫോം. സ്റ്റാൻഡിങ് ഇൻ ടു ഡേഞ്ചർ എന്ന് വെച്ചാൽ ഞാൻ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, അങ്ങനെ ഒരു അർത്ഥമാക്കുന്ന ഫ്ലാഗാണ് ഈ യൂണിഫോം. അടുത്തത് ഈ ഫ്ലാഗ് വിക്ടറി, റിക്വയർ അസിസ്റ്റൻറ്റ്, ആരെങ്കിലും അസിസ്റ്റൻ്റ് എന്ന് വെച്ചാൽ പൈലറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് അസിസ്റ്റൻറ്റ് നിർബന്ധമായി നിൽക്കുന്ന സമയത്ത് ഹോയിസ്റ്റ് ചെയ്യുന്ന ഫ്ലാഗാണത്. അടുത്ത ഈ ഫ്ലാഗിൻ്റെ പേര് വിസ്കി, വിസ്കി അല്ല വിസ്കി. ഈ ഫ്ലാഗിൻ്റെ ഒരു പേരാണ് കേട്ടോ. റിക്വയർ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ ഈ കപ്പലിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡോക്ടറുടെ സഹായം വേണം എന്നറിയിക്കുന്ന ഒരു ഫ്ലാഗാണ് വിസ്കി. അടുത്തത് എക്സ്റേ, സ്റ്റോപ്പ് യുവർ ഇൻറ്റൻഷൻ, അവരെന്തെങ്കിലും എക്സ്റേ എന്നാണ് കേട്ടോ ഈ ഫ്ലാഗിൻ്റെ പേര്. ഇങ്ങനെയാണ് ഈ ഫ്ലാഗിൻ്റെ സംഗതികളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചെന്നല്ല, ആ ഫ്ലാഗുകളൊക്കെ ഒരു വലിപ്പം അപ്പോൾ അത്ര ഉണ്ടാവും എല്ലാ ഫ്ലാഗുകളും. അപ്പോൾ അവരെന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോരുത്, അവർ ഡേഞ്ചർ ആണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് സ്റ്റോപ്പ് യുവർ ഇൻറ്റൻഷൻ. അടുത്തത് യാങ്കി, ഐ ആം ഡ്രാഗിങ് ആങ്കർ എന്ന് വെച്ചാൽ ആങ്കർ ഇട്ടിട്ടും അവർ ഒഴുകി വന്നുകൊണ്ട് നിൽക്കുന്ന മീനിങ് പറയുന്നൊരു ഫ്ലാഗാണ് യാങ്കി. അടുത്ത ഫ്ലാഗാണ് സുലു, റിക്കോർഡ് എ ടഗ് എന്ന് വെച്ചാൽ അവർക്ക് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അവർ ബ്ലാക്ക് ഔട്ടായി പോയി കഴിഞ്ഞിട്ട് അവർ എങ്ങോട്ടെങ്കിലൊക്കെ ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടഗിൻ്റെ ആവശ്യമുണ്ടെന്ന് അറിയിക്കുന്ന ഫ്ലാഗിൻ്റെ മീനിങ്ങാണ് സുലു. എന്ന് വെച്ചാൽ എ ടു സെറ്റ് വരെ പറഞ്ഞു കഴിഞ്ഞു, ഇതിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ എ ടു സെറ്റ്, ആൽഫ, ബ്രാവോ, ചാർലി എന്ന് പറഞ്ഞ ഫ്ലാഗുകളെ മീനിങ്സ്. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണെ അടിച്ച് പൊട്ടിച്ചേക്കണം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്, ബൈ.